നെക്സ്റ്റ് ടോപ്പിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എത്ര ക്ലാസ്സസിനെ വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് എന്തെല്ലാമാണോ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് അതിനെയെല്ലാം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്, ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ 2 വീലർ 3 വീലർ 4 വീലർ എന്നിങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് വരുത്തിയിരിക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് 2 വീലർ എന്ന് പറയുമ്പോൾ 2 വീല്, 3 വീലർ എന്ന് പറയുമ്പോൾ 3 വീല്, 4 വീലർ എന്ന് പറയുമ്പോൾ 4 വീല്. ബേസിക്കലി അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഒരു വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ളത് എന്തോ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെറുതായിട്ട് ഇപ്പോൾ 2 വീലർ ആകുമ്പോൾ 2 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ. അതുപോലെ 3 വീലർ ആകുമ്പോൾ നമുക്കതനുസരിച്ച് 3 പേര്, അങ്ങനെ അതിൻ്റെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ് ഓഫ് ഇൻഹെറിറ്റിംഗ് വൺ ക്ലാസ് ഫ്രം അനദർ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. ക്ലാസ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ R എന്ന വേരിയബിൾ യൂസ് ചെയ്തു. പിന്നെ ഗെറ്റ് റേഡിയസ് എന്ന പേരിൽ ഒരു ഫങ്ഷനാണ് ചെയ്യണത്. ആ ഗെറ്റ് റേഡിയസിൻ്റെ അകത്ത് നമ്മൾ റേഡിയസ് R നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തു. ഡിസ്പ്ലേ ഏരിയയുടെ അകത്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു πr² വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് കോഡ് പബ്ലിക് സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് വേറൊരു ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് കോൺ എന്നുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലോട്ട് എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ആ കോണിൻ്റെ ചെരിഞ്ഞ് ആ സ്ലാൻഡ് ഹൈറ്റ് എസ്സിൽ സ്റ്റോർ ചെയ്തു. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളവിടെ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് കോണിൻ്റെ. അപ്പോൾ നമുക്ക് ആ കോണിൻ്റെ ഏരിയ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഇവിടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൾറെഡി ഇവിടെ ഈ പറഞ്ഞ ഏരിയ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സർക്കിളിൻ്റെ. അതുപോലെ ആ സർക്കിളിനകത്ത് പെടുന്നതായിട്ടുള്ള കോൺ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്, മറ്റേത് ബേസ് ക്ലാസ്, ഇത് ഡിറൈവ്ഡ് ക്ലാസ്. കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇതുപോലെ തന്നെ ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആകെ കൂടി ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന ഒരു വേരിയബിളിനെ മാത്രമേ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഗെറ്റ് റേഡിയസ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഗെറ്റ് റേഡിയസിൽ നമ്മൾ ആവശ്യമായിട്ട് കൊടുത്തിട്ടുള്ള റേഡിയസ് എന്നുള്ള വാല്യൂ നമുക്കിവിടെ ഇൻപുട്ടിലേക്ക് വരും. ആ റേഡിയസിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് വന്നു. എസ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തു. അത് കഴിയുമ്പോൾ ഈ ഫോർമുലയിൽ ആ R നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തത് കൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസിൻ്റെ വാല്യൂ ഇവിടെ ഇൻപുട്ട് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഫോർമുല നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് കോഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. മാത്രമല്ല നമുക്കപ്പോൾ അതനുസരിച്ച് ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഈസിനെസ് ഓഫ് പ്രോഗ്രാമിംഗ് കിട്ടുന്നു. നമ്മൾ പ്രോഗ്രാമിൽ എന്തൊക്കെ കൊടുക്കുന്നു അതിനെ എല്ലാം മെയിൻ മെത്തേഡിലൂടെ മാത്രമാണ് ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്, കോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഭാഗം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ മെത്തേഡാണ്. അപ്പോൾ ആ മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കോൺ C1 ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഒബ്ജക്റ്റിന്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പേരാണ് C1 എന്നുള്ളത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് C1.getConeData, അതേപോലെ C1.displayConeArea ഈ ഫംഗ്ഷനുകളെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പോൾ C1 എന്താണ്? നമ്മുടെ ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിലുള്ള മെത്തേഡ്സിനെയാണ് കോൾ ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബേസ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്ത റേഡിയസും എല്ലാം നമുക്ക് ഇവിടെ വരും. അതനുസരിച്ച് നമുക്കൊരു റിസൾട്ട് അവിടെ കിട്ടും.